ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നതാണ് നമ്മുടെ തൊടുപുഴ ബസ് സ്റ്റാൻഡ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ ശേഷം മൂവാറ്റുപുഴ ബസ്സിൽ കയറിയാണ് സ്മിത ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. നമ്മളിന്ന് ഹോസ്പിറ്റലിൽ പോവുകയാണ്. അവന്തൂന് നല്ല ചുമയൊക്കെയാണ്. അപ്പോൾ ഡോക്ടറെ കാണിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ കിടക്കുന്ന തുഷാരം ബസ്സിൽ കയറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ വെങ്ങല്ലൂരിനും മടക്കത്താനത്തിനും ഇടയിലായിട്ടാണ് സ്മിത ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ അതിവിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയയാണ് ഇപ്പോൾ കൂട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവന്തൂര് ചുമയൊക്കെ ആയതുകൊണ്ടാണ് മരുന്നിന് വന്നിരിക്കുന്നത്. കുട്ടാപ്പ് സ്കൂളിൽ പോയിരിക്കുകയാണ്. ഞാനും അവന്തക്കുട്ടനും കൂടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. അവിടെ നിന്ന് നോക്കുമ്പോൾ കാഴ്ചകളൊക്കെ കാണാനായിട്ട് നന്നായിട്ട് ചെടിയൊക്കെ വെച്ച് നല്ലതായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ. അപ്പോൾ നല്ല പച്ചപ്പും നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട്. അപ്പം ഞാനും അവന്തും വീഡിയോ ഒക്കെ എടുത്തു. അപ്പം നല്ല വെയിറ്റിംഗ് ഏരിയ ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിവിശാലമായിട്ടുള്ള വെയിറ്റിംഗ് ഏരിയ ആണ് കേട്ടോ. അതുപോലെ നമുക്ക് കോഫിയോ ജ്യൂസോ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അതിനുള്ള അറേഞ്ച്മെൻറ്റും അവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ OP സൗകര്യം ഈ ഫ്ലോറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാവിധ ക്യാൻസർ ഉൾപ്പെടെ എല്ലാവിധ രോഗങ്ങൾക്കും ചികിത്സ ഇവിടെ ലഭ്യമാണ്. ഇപ്പോൾ 11 നിലകളിലായിട്ടാണ് നമ്മുടെ സ്മിത ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ 100ഓളം ICU ഇവിടെയുണ്ട്. 8ഓളം ഓപ്പറേഷൻ തിയേറ്ററുകളും ഇവിടെയുണ്ട്. അത് 2 എണ്ണം സ്റ്റീൽ കൊണ്ട് തന്നെ നിർമ്മിച്ചതാണ്. അണുബാധ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവിധ ട്രീറ്റ്മെൻറ്റുകളും ഇവിടെ ലഭ്യമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഒരു ക്യാൻസർ രോഗ ചികിത്സാ കേന്ദ്രം ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ സ്മിത ഹോസ്പിറ്റലിൽ വന്നു. അപ്പോൾ പിന്നെ നമുക്ക് തിരുവനന്തപുരം അത്രയും ദൂരെയൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടി. ഇപ്പോൾ ഇടുക്കിയിൽ നമ്മുടെ തൊടുപുഴ നഗരത്തിലാണ് സ്മിത ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ രജിസ്ട്രേഷനും അതുപോലെ മരുന്നൊക്കെ മേടിക്കുന്നതിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്ന ഫ്ലോറ്. അപ്പം അങ്ങാ സൈഡിലേക്കൊക്കെ ഒരുപാട് ആളുകൾ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാർ വീഡിയോ എടുക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാകില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്തത്. അപ്പം നല്ല എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഒരു ഹോസ്പിറ്റലാണ് സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ വന്നത് ഒരുപാട് സൗകര്യമാട്ടോ നമുക്കൊക്കെ. അപ്പം മിതമായ നിരക്കിൽ തന്നെയാണ് ഇവിടെ മരുന്നുകളൊക്കെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ജനറൽ വാർഡ് ഇല്ല. അതുപോലെ തന്നെ എല്ലാം AC റൂമുകളാണ് കേട്ടോ. അപ്പോൾ സാധാരണക്കാരായ നമുക്ക് അതൊക്കെ പറ്റുമെന്നൊക്കെ ഓർക്കും. സാധാരണക്കാർക്ക് അതിനനുസരിച്ചുള്ള ഇളവുകളൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ അവന്തക്കുട്ടനെ ഇവിടെ പരവതാനി വിരിച്ചിരിക്കുന്ന കണ്ടപ്പോൾ അതിലിരുന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ് കേട്ടോ. നല്ല പച്ചപ്പാണ്. നമുക്ക് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ വളരെയധികം പോസിറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ 11 നിലയിലാണ് കേട്ടോ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ നിറയെ ചെടികളിങ്ങനെ പൂത്തെലഞ്ഞ് നിൽക്കും കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരു നല്ല പച്ചപ്പും നല്ല പൂക്കളൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ അവന്ത് പറഞ്ഞു, അമ്മ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം, നമുക്ക് നമ്മുടെ കൂട്ടുകാരെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വീഡിയോ എടുത്തത്. ഇപ്പോൾ ഒരുപാടുണ്ട് കേട്ടോ. എല്ലാം പൂത്ത് ഇങ്ങനെ നിൽക്കുവാണ്. അവന്ത് ഓടി നടക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ബസ് നിർത്തും. നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകണമെങ്കിൽ തന്നെയും ബസ് സ്മിത ഹോസ്പിറ്റലിൻ്റെ വാതിൽക്ക് നിർത്താൻ പറഞ്ഞാൽ നിർത്തുന്നതാണ്. ഇപ്പോൾ എല്ലാവിധ ട്രീറ്റ്മെൻറ്റും ഉണ്ട് കേട്ടോ. എല്ലാവിധ ട്രീറ്റ്മെൻറ്റുകളും ലഭ്യമാകുന്ന ഒരു ഹോസ്പിറ്റലാണ് നമ്മുടെ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സ്ഥിരം വരുന്നതാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ചുമയോ പനിയോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മളിവിടെയാണ് വരുന്നത്. അപ്പോൾ നല്ല 10 മണിച്ചെടിയൊക്കെ വിവിധ വർണ്ണങ്ങളിലായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് പോകാനുള്ള തുഷാരം ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ തുഷാരം ബസ്സിൽ കയറി ഞാനും അത് പോവുകയാണ്. അപ്പോൾ മടക്കത്താനത്ത് എന്ന് ഇനി ഇറങ്ങും. അപ്പോൾ നമ്മൾ മടക്കത്താനത്ത് എത്തിയത് ഒരു കട്ടിൽ നോക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ കട്ടിലൊക്കെ നോക്കിയ ശേഷം നല്ല മഴ വന്നു. മഴ വന്നപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ ആയിട്ട് അടുത്ത് ചെറുകടി കടയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ചെറുകടിയൊക്കെ മേടിച്ച് അവിടെ നിന്ന് കഴിച്ച് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയി അവിടെ നിന്ന് വന്നിട്ട് ഒത്തിരി സമയമല്ലോ. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ചെറുകടിയൊക്കെ മേടിച്ച് കഴിച്ച ശേഷം
പതിയെ അടുത്ത ബസ് കയറി വീട്ടിലേക്ക് വന്നു. ചേട്ടൻ്റെ വീട്ടിലെത്തി. അപ്പോൾ 2 പ്രാവുകൾ അവിടെ എത്തിയിട്ടുണ്ട്. കുട്ടാപ്പു ഒന്നും കൂടെ അരിയൊക്കെ ഇട്ട് കൊടുത്തു. കുട്ടാപ്പ് സ്കൂളൊക്കെ വിട്ട് വന്നിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇടാതെ ഇരുന്നിട്ടല്ലേ. അപ്പോൾ എല്ലാ കൂട്ടുകാരെയും സപ്പോർട്ട് ഉണ്ടാകണം. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.